ഹാർട്ടിന് നല്ല സപ്ലിമെൻ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ലിസ്റ്റ് കണക്കിന് പല സപ്ലിമെൻ്റ് മരുന്നുകൾ, സപ്ലിമെൻ്റ് ഗുളികകളൊക്കെ അയച്ചു തരുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റുകളുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും നല്ല ഒരു നാച്ചുറൽ സപ്ലിമെൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണം നിങ്ങൾ പതിവായിട്ട് മുടങ്ങാതെ കഴിച്ചാൽ മതി, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പയറുവർഗ്ഗങ്ങളാണ് ലെഗ്യൂംസ് എന്ന് പറയുമ്പോൾ ചെറുപയർ, വൻപയർ, പയർ, സാധാരണ മറ്റു തരത്തിലുള്ള പയറുകൾ, കടല, പരിപ്പ് പോലുള്ള, പരിപ്പ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പരിപ്പ് വർഗ്ഗവും ഇതിനകത്ത് വരും. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഹാർട്ടിന് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ഫുഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ഉയർന്ന അളവിൽ നിങ്ങൾക്ക് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻസും നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. ഒന്ന്, ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സോലുബിൾ ഇൻസോലുബിൾ ഫൈബേഴ്സ് രക്തത്തിലുള്ള HDL-നെ വർദ്ധിപ്പിക്കുകയും LDL ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വലിയൊരളവിൽ സഹായിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ പോലും LDL കൂടി വരുന്നതിന്, പ്രത്യേകിച്ച് എണ്ണക്കടികളൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് LDL കൂടി വരുന്നതിന് കാരണമാകും. LDL കുറയ്ക്കുന്നതിന് ഞാൻ ഈ പറഞ്ഞ ഈ പയറുവർഗ്ഗങ്ങൾ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും നമ്മൾ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് പ്രോട്ടീൻ ഘടകങ്ങൾ, നമ്മുടെ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മസിലുകൾക്ക് ഏറ്റവും നല്ല പ്രോട്ടീൻ ഭക്ഷണം എന്ന രീതിക്ക് ഇത് വരും. ഹൃദയത്തിന്റെ പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. കൂടാതെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ള മറ്റു ആന്റി ഓക്സിഡൻസ് രക്തക്കുഴലിനകത്ത് വരുന്ന ചെറിയ എൻഡോത്തീലിയൽ ലൈനിങ്ങിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. രക്തക്കുഴലിനകത്തുള്ള എൻഡോത്തീലിയൽ പ്രോബ്ലം വരുന്നതാണ് ഹാർട്ട് അറ്റാക്കിന്റെയും സ്ട്രോക്കിന്റെയും പോലുള്ള ബ്ലഡ് വെസൽ ഡിസീസുകൾ ഉണ്ടാക്കുന്നതിന്റെ പ്രധാന കാരണം. ഈ ഒരു പ്രശ്നം ചെറുക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. കൂടാതെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മറ്റ് ന്യൂട്രീഷ്യൻസ് നമ്മുടെ രക്തക്കുഴലിന്റെ, പ്രത്യേകിച്ച് ഹൃദയത്തിന്റെ പേശികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഒപ്പം തന്നെ നിങ്ങളുടെ BP കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കും. അതുകൊണ്ട് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത്യാവശ്യത്തിന് 1-2 സ്പൂൺ ഈ പയറുവർഗ്ഗമോ പരിപ്പ് വർഗ്ഗമോ കഴിക്കുന്നതിന് പകരം നിങ്ങൾ ദിവസവും ഒരു ബൗള് പയറോ പരിപ്പ് വർഗ്ഗമോ, ഏത് തരത്തിലുള്ള പയറോ പരിപ്പ് വർഗ്ഗമോ ആയിക്കോട്ടെ, ഒരു ബൗൾ ദിവസവും കഴിക്കാൻ നോക്കുക. ചെറിയ കുട്ടികളെ ശീലിപ്പിക്കുക. കാരണം നിങ്ങൾ വലുതാവുന്ന സമയത്ത് അല്ലെങ്കിൽ മുതിരുന്ന സമയത്ത്, പ്രായമാകുന്ന സമയത്ത് ഇഷ്ടം പോലെ മരുന്നുകൾ കഴിക്കുന്നതിന് പകരം ഇപ്പോഴേ ഇതൊന്നും കഴിച്ചു നോക്കിയേ ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ പറ്റും. ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ.